ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 വിറ്റുപേർ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ വിശുദ്ധ വചനത്തെ സ്നേഹിക്കുന്ന ഏവർക്കും ഒരു വഴികാട്ടിയാണ് ഈ വിറ്റുപേറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവവചനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ആ ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ അഥവാ ബഹുമാനിക്കുമ്പോൾ ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഈശോയെ തന്നെയാണ്. വചനം ദൈവമായിരുന്നു എന്ന് പറയുക. ഈ വചനത്തിന് എങ്ങനെയാണ് നമ്മുടെ ഇടയിൽ മഹത്വവും പ്രചാരവും ലഭിക്കുന്നത്? അത് നമ്മളിൽ കൂടെയാണ്. കർത്താവിന് വന്ന് വസിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഈശോയുടെ ജനന സമയത്ത് പരിശുദ്ധ മാതാവും വിശുദ്ധ യൗസേപ്പിതാവും തൻ്റെ പുത്രന് ജന്മം നൽകാൻ വേണ്ടി എത്രയോ വാതിലുകൾ മുട്ടുന്നുണ്ട്. ഈ വാതിലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. ഈ ഹൃദയം നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ മാത്രമേ ഈശോയ്ക്ക് അവിടെ വന്ന് വാസമുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട അവിടുത്തെ ഓരോ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ എങ്ങനെ ആ വചനത്തെ സ്വീകരിക്കണം, ആ വചനത്തിന് ആവശ്യമായ സ്ഥലം ഉണ്ടാക്കി കൊടുക്കണം എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറയുന്നു, നല്ല നിലത്ത് വീണ വിത്തോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. എങ്ങനെയുള്ള ഹൃദയത്തിലാണ്? ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ ദൈവത്തിന് വന്ന് വസിക്കാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനത്തിൽ അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. കണ്ടോ, കർത്താവ് വസിക്കുന്ന സ്ഥലം അനുതാപികളുടെ ഹൃദയം, വിനീതരുടെ ആത്മാവ്. അതിലേക്കാണ് കർത്താവ് വരുന്നത്. ആ കർത്താവാണ് ഈ തിരുവചനം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിലും അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈശോയുടെ നാമം ദൈവവചനമെന്നാണ്. ഈ വചനമാണ് ഭൂമിയിൽ വന്ന് അവതരിച്ച് നമ്മുടെ എല്ലാവരുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ആത്മാവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി അവിടുന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. ആ ഈശോയെയാണ് നമ്മൾ ഈ ദൈവവചനത്തിൽ കൂടെ സ്വീകരിക്കുന്നത്. നമ്മൾ ഈ ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പരിശുദ്ധ മറിയം ഈ വചനത്തെ പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതുപോലെ തന്നെയാണ് നമ്മളും ഏതെങ്കിലും വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അത് നമ്മളെ നയിക്കാൻ തുടങ്ങും, അത് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും, അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 119-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അവിടുത്തെ വചനം ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആ തിരുവചനത്തെ നമുക്ക് സ്വീകരിക്കാം. നമ്മൾ ഈ വിറ്റുപേറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു വിറ്റുപേർ.
അദ്ദേഹത്തിന് ദൈവം കൊടുത്ത കാര്യസ്ഥത്തിൻ്റെ പ്രത്യേകത ദൈവവചനത്തിൻ്റെ ഒരു കവാടം തുറന്നു കൊടുത്തു. ദൈവവചനത്തിലൂടെ അനേക ആത്മാക്കളെ സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കാൻ സാധിക്കും. ദൈവവചനത്തിലൂടെ അനേക ആത്മാക്കൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മോചിതരാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ, രോഗികളെ എല്ലാം ഈശോയുടെ അടുത്ത് കൊണ്ടുവരികയാണ്. ഈശോ അവരെ സുഖപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വചനം അയച്ചാണ് അവരെ ഓരോരുത്തരെയും കർത്താവ് സുഖപ്പെടുത്തിയത്. സങ്കീർത്തനം 107-ാം അധ്യായത്തിൽ 10 മുതൽ 20 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പല കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴും ഇസ്രായേൽ ജനത്തെ ദൈവം രക്ഷിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ വചനമയച്ച് അവിടുന്ന് അവരെ സൗഖ്യമാക്കി. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഇവിടെയെല്ലാം നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടുത്തെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി. ഈ തിരുവചനം തന്നെയാണ് നമ്മളിലേക്കും വരുന്നത്. ഈ തിരുവചനമാണ് വിശുദ്ധി. ഈ തിരുവചനമാണ് ദൈവിക ജ്ഞാനം. നമുക്ക് വിക്ടബറിൻ്റെ ഈ ആധ്യാത്മിക പ്രബോധനം എന്ന പുസ്തകത്തിലെ 86-ാമത്തെ പേജിലാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ഇവിടെ എല്ലാം വായിച്ച് തീർത്തതാണ്. നമ്മളത് ഓരോ സീരിയലുകളായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 63-ാമത്തെ വാക്യം മുതലാണ്. യോഹന്നാൻ 6:67 തൊട്ട് 68 വരെയുള്ള വചനത്തിൽ വിശുദ്ധ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ആ സമയത്ത് എല്ലാവരും ഈശോയെ ബുദ്ധിയിലാണ് കണ്ടത്. കാരണം ഈശോ പറഞ്ഞു, യോഹന്നാൻ 6:54, എൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന്. ഈശോയുടെ 2ാമത്തെ വരവിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരുന്നത്. ഈശോയുടെ കൂടെ 3 വർഷം നടന്ന ശിഷ്യന്മാർക്കും ഒന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, മത്തായി 16:16, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസം നമ്മിൽ വന്നാൽ മറ്റെല്ലാം ദൂരെ പോകും. ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ ഇവിടെ വന്ന് കോട്ട കെട്ടുന്നതും അനേകർ അവരുടെ പുറകെ പോകുന്നതും. ഈശോ ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം നമ്മിലില്ല. ഈശോ ദൈവപുത്രനാണ് എന്ന് നാം തെളിയിക്കണം. അതിന് കൃപ മാത്രം പോരാ, ജ്ഞാനവും വിവേകവും അറിവും ശക്തിയും ഉണ്ടായിരിക്കണം. കൃപ വന്ന് കഴിയുമ്പോൾ ശക്തിയും വരും. അപ്പോസ്തല പ്രവർത്തനം 6:8 വാക്യം. ദൈവരാജ്യം വാക്കിലല്ല, ശക്തിയിലാണ്. 1 കൊരിന്തോസ് 4:20. ആർക്കും ശക്തി കിട്ടാത്തതിൻ്റെ കാരണം പണത്തിനോടുള്ള ആസക്തി മൂലമാണ്. കൊളോസസ് 3:5-ലും 3:8 വാക്യത്തിലും. ദ്രവ്യാസക്തി, ക്രോധം, വൈരാഗ്യം, വിദ്വേഷം, അസൂയ ഇവയെല്ലാം വന്നാൽ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഇതാണ് സാംസന് സംഭവിച്ചത്. ന്യായാധിപന്മാർ 16:1 തൊട്ട് 20 വരെ. സാംസന് കർത്താവ് കൃപകളെല്ലാം കൊടുത്തു. കൃപയുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട. റോമ 8:31 തൊട്ട് 38 വരെ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. പക്ഷേ കൃപയിലായിരിക്കണം. കൃപ കിട്ടുവാനായി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയാണ് ഈ ബൈബിൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ വളരണം. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് 2 തൊട്ട് 3 വരെ പ്രാർത്ഥിക്കണം. അങ്ങനെ തുടർച്ചയായി ഇരുന്ന് പ്രാർത്ഥിക്കണം. ആദ്യം ആഗ്രഹിച്ചാൽ മതി. ലൂക്കാ 19:3. സക്കേവൂസ് വലിയ പണക്കാരനും പൊക്കം കുറഞ്ഞവനും ചുങ്കക്കാരനുമായിരുന്നു. പക്ഷേ ഈശോ ആരെന്ന് കാണുവാൻ സക്കേവൂസ് ഹൃദയത്തിൽ ആഗ്രഹിച്ചു. ആ ആഗ്രഹമാണ് കർത്താവ് സക്കേവൂസിൻ്റെ വീട്ടിൽ ചെല്ലാൻ കാരണം. ഇതിൽ നമ്മൾ എന്താ കണ്ടത്? ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ഒരു ആഴമായ വിശ്വാസം നമ്മിൽ വരുന്നില്ല എങ്കിൽ നമ്മൾ മറ്റു പലതിൻ്റെയും പിന്നാലെ പോകും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ, പല പൈശാചിക ശക്തികളുടെ പിന്നാലെ എല്ലാം നമ്മൾ ഓടുന്നതിൻ്റെ കാര്യം എന്താണ്? ഈശോയെ നമുക്ക് വിശ്വാസമില്ല. ദൈവപുത്രനെ നമുക്ക് വിശ്വാസമില്ല. ഈശോയെ നമ്മൾ പലപ്പോഴും അത്ഭുത പ്രവർത്തകനും കാര്യസാധ്യക്കാരനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയോ വസ്തുവൊക്കെ ആയിട്ട് കാണുമ്പോഴോ നമ്മൾ മറ്റു പല വസ്തുക്കളുടെയും പുറകെ പോകും.
അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-13 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് ഈശോയെ പ്രഖ്യാപിക്കുകയാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പലരും പറയുന്നുണ്ട്, ഈശോയെക്കുറിച്ച് പലതും പല ആൾക്കാരും പറയുന്നു. പക്ഷേ ഈശോ സ്വന്തം ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മളോട് ഓരോരുത്തരോടും ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് ആരാണ്? ദൈവപുത്രനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഈശോ എനിക്ക് എൻ്റെ എല്ലാമാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള വിശ്വാസം നമ്മളിൽ ആഴപ്പെടുമ്പോൾ നമ്മൾ മറ്റൊന്നിൻ്റെയും പിന്നാലെ പോകില്ല. അതുകൊണ്ടാണ് നമുക്ക് സഭ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ ക്രീഡ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥന, നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമുണ്ട്. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ 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 ആത്മീയ സത്യങ്ങളാണ്. നമ്മൾ ആ വിശ്വാസ പ്രമാണം വിശ്വാസത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി നമ്മൾ ചെല്ലുമ്പോഴോ അനേകം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ പൊട്ടിത്തകരുന്നു. പല പൈശാചിക ശക്തികൾ വിട്ടുപോകാത്ത സമയത്തും വിശ്വാസ പ്രമാണം നമ്മൾ വിശ്വാസത്തോടെ ചെല്ലിയാൽ അവിടെ ആ സാത്താൻ ഇരിക്കത്തില്ലെന്നാകും. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, സർവശക്തനും പിതാവുമായ ഏക ദൈവം, ഒറ്റ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ആ ഈശോയെ നമ്മൾ ഏറ്റുപറയുകയാണ്. റോമാക്കാർക്ക് ലേഖനം 10-9-10 തിരുവചനത്തിൽ, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കും. എന്താണ്? നമ്മൾ അധരങ്ങൾ കൊണ്ട് യേശു ദൈവപുത്രനാണ് എന്ന് നമ്മൾ ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ആത്മാവ് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ വിശ്വാസം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഈ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പല അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്നത്. സഹനങ്ങളുടെ സമയത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് ഈശോയിലുള്ള വിശ്വാസക്കുറവ് മൂലമാണ്. ഈശോ ദൈവമായിരുന്നിട്ടും മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥയിലൂടെയും ഈശോ കടന്നുപോയി. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സഹായവും സംരക്ഷണവുമായിട്ട് ദൈവപുത്രനായ ഈശോ നമ്മോടൊപ്പമുണ്ട്. അത് ഈശോ ദൈവപുത്രനാണെന്ന് എന്ന് നാം തെളിയിക്കണം. അതിന് കൃപ മാത്രം പോരാ, ജ്ഞാനവും വിവേകവും അറിവും ശക്തിയും ഉണ്ടായിരിക്കണം. കൃപ വന്നു കഴിയുമ്പോൾ ശക്തി വരും. ഇതിൻ്റെ അകത്ത് വിറ്റുപേർ പറയുന്നൊരു കാര്യമുണ്ട്, ഈശോ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം വേണം, വിവേകം വേണം, അറിവ് വേണം, ശക്തി വേണം. കൃപ മാത്രം പോരാ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കുറേ സ്റ്റേജിലൂടെയൊക്കെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ട് പോകും. നമ്മൾ ആദ്യം കർത്താവിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ കരുണയാണ്. ഈ കരുണയിലൂടെയാണ് നമുക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കുക. ഹെബ്രായർക്ക് ലേഖനം 4-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുതാപം ഉണ്ടാകുക. ഈ അനുതാപമാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുക. മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കുക. ആ കഠിന ഹൃദയം എടുത്തു മാറ്റി നമ്മുടെ ഹൃദയത്തിൽ പാപം വരുമ്പോൾ അവിടെ എന്തായി? കഠിനമായിട്ട് മാറുകയാണ്. ആ മാംസളമായ ഹൃദയം പൂർണ്ണമായിട്ട് മാറുകയാണ് ഓരോ പാപം വന്ന് വാസമർപ്പിക്കുമ്പോൾ. അത് നമ്മൾ മാറ്റിക്കൊണ്ട് മാംസളമായ ഹൃദയത്തെ, ഈശോയുടെ സ്നേഹത്തെ പ്രതി നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്തായി മാറും?
മാംസളമായി മാറും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ 26-ാം തിരുവചനത്തിൽ പ്രവാചകൻ അരുളി ചെയ്യുകയാണ്, ഞാൻ നിങ്ങളുടെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം നൽകും. ശിലാഹൃദയം, കഠിനമായ ഹൃദയം, അതെടുത്ത് മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നൽകും. ഈ മാംസളമായ ഹൃദയം വരുമ്പോഴാണ് ഈശോയ്ക്ക് വന്ന് വസിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-16 വരെയുള്ള തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ഈ കൃപ നമ്മളിലേക്ക് വരുന്നത് മാനസാന്തരത്തിലൂടെയാണ്. നമ്മൾ ഈശോയെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കണം. ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കൃപയിൽ ശക്തിപ്പെടണം. കൃപയിൽ വളർന്നെങ്കിൽ മാത്രമേ, കൃപയിൽ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് ദൈവീക ശക്തി പുറപ്പെടുകയുള്ളൂ. അതാണ് നമ്മൾ ആ പുസ്തകത്തിൽ വായിച്ചത്. നമ്മൾ കൃപയിൽ മാത്രം വന്നാൽ പോരാ, അവിടെ അതിനുശേഷം നമുക്ക് ദൈവിക ജ്ഞാനം, വിവേകം, അറിവ് ഇതെല്ലാം വരുമ്പോഴാണ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 29-ാം തിരുവചനത്തിൽ പറയുകയാണ്, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിച്ചു. ആ കൃപ വന്നു കഴിയുമ്പോഴാണ് കർത്താവിന് ശക്തമായി ഉണർത്തുന്ന ശക്തി കൊണ്ട് കഠിനമായി അധ്വാനിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് കർത്താവിൻ്റെ ശക്തി നമ്മിലൂടെ പ്രകടമാകുക. വിറ്റുപേരൊക്കെ പറയും, നമ്മൾ ഈശോയിൽ വരുമ്പോൾ ആദ്യം കർത്താവിൻ്റെ കരുണ, പിന്നെ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ കൃപ ശക്തമായിട്ട് വന്നു കഴിയുമ്പോഴാണ് അത് ശക്തിയായിട്ട് വരിക. ഈ ശക്തി കൂടി കൂടി വരുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ അഗ്നിയായിട്ട് മാറും. ഈ അഗ്നി ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സ്വർഗീയ ദർശനങ്ങളിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുക. ഇങ്ങനെ ആത്മാവിൻ്റെ പല പല സ്റ്റേജുകളുണ്ട്. നമ്മുടെ ഈ ശരീരത്തെ, ജഡത്തെ ഒക്കെ നമുക്കൊന്ന് വിട്ടുപോരണമെങ്കിൽ, പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നൊക്കെ നമുക്ക് വിട്ടുപോരണമെങ്കിൽ കുറേ സമയങ്ങളെടുക്കും, കുറേ കാലങ്ങളെടുക്കും. ചില പാപങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ വർഷങ്ങളോളം പ്രാർത്ഥനകൾ ആവശ്യമാണ്. അത് വിട്ടുപോയി കഴിയുമ്പോൾ അതിന്മേലുള്ള ഒരു അഭിഷേകം ദൈവം നമുക്ക് തരും. കാരണം നമ്മളല്ല അധ്വാനിക്കുന്നത്, കർത്താവിൻ്റെ കൃപയാണ്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെയും ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിക്കുന്നത്. കർത്താവിനെ നമ്മളങ്ങ് വിട്ടുകൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ തിന്മയും നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതിലൂടെ കർത്താവിൻ്റെ ഒരു അഭിഷേകം നമ്മളിൽ നിലനിൽക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോയിലൂടെ ഓരോ പാപത്തിലും നമ്മൾ മരിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ ആ പാപത്തിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈശോയോടുകൂടി നമ്മളും ഉയർത്തെഴുന്നേൽക്കും. പിന്നെ കർത്താവിൻ്റെ നമ്മളെ ആ പാപത്തിൽ വീഴാതെ നമ്മളെ സംരക്ഷിക്കും, നമ്മളെ കർത്താവ് ഓർമ്മിപ്പിക്കും. അപ്പസ്തോല പ്രവർത്തനം 6:8 പറയുന്നുണ്ട്, അപ്പസ്തോലന്മാരെ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞു. ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ്. 1 കൊരിന്തോസ് 4:20 പറയുന്നു, ദൈവരാജ്യം എങ്ങനെയാണ്? വാക്കുകൊണ്ടല്ല, മനുഷ്യരുടെ വാക്കുകളോ മനുഷ്യരുടെ ബുദ്ധിയോ യുക്തിയോ കൊണ്ടൊന്നുമല്ല ദൈവരാജ്യം. പിന്നെ എങ്ങനെയാണ്? ശക്തിയിലാണ്. കൃപയിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. ആ ശക്തിയിലൂടെ അവിടെ നിന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിച്ചു. ആ ശക്തിയാണ് പിന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുക. ആർക്കും ശക്തി കിട്ടാത്തതിൻ്റെ കാരണം പണത്തിനോടുള്ള ആസക്തിയാണ്. നമുക്ക് ദൈവീക ശക്തി നമ്മുടെ മേൽ വരാത്തതിൻ്റെ ഒരു കാരണം കൊളോസസ് 3:5, 3:8 കാരണം ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. നമ്മളത്തരം വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ പലർക്കും പല തരത്തിലുള്ള വിഗ്രഹാരാധനയാണ്. ചിലർക്ക് സൗന്ദര്യത്തിനോടുള്ള ആഗ്രഹമായിരിക്കും, ചിലർക്ക് പണത്തിനോടുള്ള ആഗ്രഹമായിരിക്കും, ചിലർക്ക്
പഠനത്തിനോട് ഉള്ള അതിയായ ആഗ്രഹം, ഇങ്ങനെ പലതരത്തിലുള്ള വിഗ്രഹ ആരാധന നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമുക്ക് ഈശോയെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈശോയുടെ സാന്നിധ്യം അതിലുണ്ടായിരിക്കും. കർത്താവ് നമ്മളെ നേരായ വഴിയിലൂടെ നയിക്കും. സങ്കീർത്തനം 25-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കർത്താവെ വഴി നടത്തണമേ, നേരായ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. സങ്കീർത്തനം 136-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നേരായ മാർഗത്തിലൂടെയാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വതമായ മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ദ്രവ്യാസക്തി, ക്രോധം, വൈരാഗ്യം, വിദ്വേഷം, അസൂയ ഇവയെല്ലാം വന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. ഇതാണ് സാംസണ് സംഭവിച്ചത്. ന്യായാധിപന്മാർ 16:1-20 വരെ. സാംസണ് കർത്താവ് കൃപകൾ എല്ലാം കൊടുത്തു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സാംസണെക്കുറിച്ച്. കർത്താവ് തിരഞ്ഞെടുത്ത ഒരു അഭിഷിക്തനായിരുന്നു. എന്നിട്ട് കർത്താവ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിക്കാതെ സാംസണ് കൃപകൾ നഷ്ടപ്പെടുകയില്ല എന്ന് വിചാരിച്ച് വീണ്ടും ഓരോ പാപത്തിന് അടിമപ്പെട്ടപ്പോൾ സാംസണിൽ നിന്ന് കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി. അതാണ്, കൃപയുമുണ്ട് ദാനങ്ങളുമുണ്ട്. ദാനങ്ങൾ നഷ്ടപ്പെടുകയില്ല, അതേസമയം കൃപ നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, കർത്താവിന് വേണ്ടി ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവർക്ക് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. ചിലർക്ക് രോഗശാന്തിക്കുള്ള കൃപ കൊടുക്കും, ചിലർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കൊടുക്കും, ചിലർക്ക് പിശാചുക്കളെ ഒഴിപ്പിക്കാനുള്ള ശക്തി കൊടുക്കും. അങ്ങനെ പല ദൈവത്തിൻ്റെ ദാനങ്ങളും നൽകും. റോമ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദാനങ്ങൾ പിൻവലിക്കപ്പെടുകയില്ല. കാരണം അതേസമയം ഒരു പാപം നമ്മിൽ വന്നാൽ ആ കൃപ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. ആ ദാനം അവിടെ നിലനിൽക്കും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. നമ്മൾ കർത്താവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ എപ്പോഴും കൃപയിലായിരിക്കും. പാപത്തെ വെറുത്തുപേക്ഷിക്കും. അതുകൊണ്ടാണ് അപ്പസ്തോലപ്രവർത്തനം 23:1-ലും അപ്പസ്തോലപ്രവർത്തനം 24:16-ലും ഒക്കെ പറയുന്നുണ്ട്, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ ഞങ്ങൾ ശുദ്ധ മനസ്സാക്ഷി പാലിച്ചു. ഈ ശുദ്ധ മനസ്സാക്ഷി നഷ്ടപ്പെടുന്നത് പാപം വരുമ്പോഴാണ്. അപ്പോൾ ആ കൃപ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃപയെ എപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെടണം. ഈശോ പോകാതെ നമ്മൾ സൂക്ഷിക്കപ്പെടണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ഈശോ ഒരിക്കലും നമ്മളിൽ നിന്ന് വേർപിരിയരുത്. ഓരോ പാപം നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഒരു പ്രവൃത്തി ഉണ്ടാകുകയാണ്. ആ പ്രവൃത്തിയിലൂടെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈശോയിൽ വന്നവർ കർത്താവിൻ്റെ കൃപയോട് ചേർന്നിരിക്കണം. സാംസണ് പറ്റിയത് എന്താണ്? സാംസൺ ഒരിക്കലും വിചാരിച്ചില്ല ഈ കൃപ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യം. സാംസൺ വിചാരിച്ചില്ല. സാംസൺ പറഞ്ഞു, എല്ലാ പ്രാവശ്യത്തെയും പോലെയും ഞാൻ ഈ പ്രാവശ്യവും വിജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല എന്നാണ് ആ വചനത്തിൽ പറയുക. കർത്താവിൻ്റെ ആത്മാവ് വിട്ടുപോയി. കാരണം പാപം വന്നപ്പോൾ, കർത്താവ് അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സാംസണെ വിട്ടുപോയി. ആ കാര്യം സാംസൺ അറിഞ്ഞില്ല. അതുപോലെയാണ് നമ്മളും കൃപയിൽ വരുമ്പോൾ നമ്മൾ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. സമാധാനം നമ്മളിലുണ്ടോ? ഈശോ നമ്മളിൽ ഉണ്ടോ? നമ്മൾ കർത്താവിനോട് ഇന്നേ ദിവസം വിശ്വസ്തത പുലർത്തിയോ? എത്രയെത്ര പാപത്തിന് ഇന്ന് നമ്മൾ വീണുപോയി എന്നെല്ലാം ഓരോ ദിവസങ്ങളിലും ഓരോ സമയങ്ങളിലും നമ്മൾ ആത്മശോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടും. യോഹന്നാൻ 15:3 പറയുന്നു, അങ്ങയുടെ വചനത്താൽ ആണ് എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ വചനം നമ്മളെ ഓരോ സമയവും വിശുദ്ധീകരിക്കും. ഈശോയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ വിശുദ്ധീകരിക്കും. തോബിത്ത് 1:10-11 തോബിത്ത് കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ തോബിത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു.
ഈ ഓർമ്മ വരുമ്പോഴോ നമ്മളെ ദൈവം വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കണ്ടു, പല ബന്ധനങ്ങൾ നമ്മളെ മൂടിക്കളഞ്ഞാൽ കൃപ നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. കൃപയുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ഭയപ്പെടേണ്ട. റോമ 8:31-38 വരെയുള്ള വചനങ്ങൾ. ഈശോയുടെ കൂടെയാണെങ്കിൽ, സമാധാനം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, ദൈവസ്നേഹം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ട. കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട. പക്ഷെ കൃപയിലായിരിക്കണം. കൃപ കിട്ടുവാനായി പ്രാർത്ഥിക്കണം. ഈ കൃപ കിട്ടുന്ന വലിയൊരു ആത്മീയ രഹസ്യം പേർ പറയുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിലിരുന്നുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ച് 2-3 വരെയുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സുഖനിദ്ര നമുക്ക് ലഭിക്കുന്ന സമയമാണ് രാത്രി 2 മുതൽ 3 വരെയുള്ള സമയങ്ങളിൽ. ആ സമയം നമ്മളൊന്ന് ത്യാഗം എടുത്ത് എഴുന്നേറ്റിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും. പണ്ടുള്ള നമ്മുടെ പൂർവികരൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിക്കുമായിരുന്നു. കർത്താവിൻ്റെ നാമം അവർ ഓർക്കുമായിരുന്നു. കർത്താവിൻ്റെ നാമം അവർ ഉരുവിടുമായിരുന്നു. ആ ഒരു അനുഗ്രഹമാണ് ഇന്നും നമ്മുടെ ഓരോ തലമുറകളും നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈശോയെ കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. സക്കേവ്യൂസൊക്കെ ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ. ഈ ആഗ്രഹത്തിലൂടെ സക്കേവൂസിൻ്റെ അടുത്തേക്ക് ഈശോ ചെല്ലുകയാണ്. സക്കേവൂസ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 തൊട്ടുള്ള വചനത്തിൽ, സക്കേവൂസ് വലിയ ധനികനായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സക്കേവൂസ് ഈശോയെ കാണാൻ സാധിക്കാത്തതിനാൽ ഒരു മരത്തിന്മേൽ കയറി അവിടെ ഇരുന്ന് ഈശോയെ വീക്ഷിക്കുകയാണ്. അപ്പോൾ കർത്താവ് ചെന്ന് വിളിക്കുകയാണ്, ഇന്ന് എനിക്ക് നിന്നോടുകൂടി ഭക്ഷണത്തിനിരിക്കണം. നമ്മളും ഈശോയെ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സാന്നിധ്യം നമ്മളെ വലയം ചെയ്യും, നമ്മളെ ആ തീഷ്ണതയാൽ ജ്വലിപ്പിക്കും. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം, ഈശോയെ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മളിൽ ഉണർത്തണമേ. നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ഈശോയെക്കുറിച്ചുള്ള തീഷ്ണത ഉണർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥം നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഏറ്റവും അധികം സഹായിക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായം നമുക്ക് യാചിച്ചുകൊണ്ട് ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ അധരങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട്, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ, വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. സദ്വചനങ്ങൾ സംസാരിച്ചാൽ, ഈശോയുടെ വചനങ്ങൾ, ഈശോയുടെ സ്നേഹം, ഇതൊക്കെ സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ നാവ് പോലെയാകും എന്നാണ് ജെറമ്യാ പ്രവാചകനോട് അവിടെ അരുളി ചെയ്യുന്നത്. അപ്പോൾ ആ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനത്തിൽ ആയിരിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.